നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? റൈച്ചൽ കേഴ്സൺ. റൈച്ചൽ കേഴ്സൺ DDTയെ കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും. കീടനാശിനികൾക്കെതിരെയാണ് നിശബ്ദ വസന്തത്തിൽ പറയുന്നത്. അടുത്ത WWF എന്ന പരിസ്ഥിതി സംഘടനയുടെ ലോഗോയിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഭീമൻ പാണ്ട. അടുത്ത മൈക്രോചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏത്? സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന ചോദിക്കും. ഏതാണ്? സിലിക്കൺ. അടുത്ത ഖരപദാർത്ഥങ്ങൾ താപം സ്വീകരിച്ച് നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്ത്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം. ഇത് കർപ്പൂരം കത്തിക്കുമ്പോൾ അങ്ങനെ എക്സാമ്പിളൊക്കെ തരും, എന്നിട്ട് അതെന്താന്ന് ചോദിക്കും. അടുത്ത ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് പെരികാർഡിയം. അടുത്ത പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ നോക്കിയാൽ മതി. ഏതാണ്? മണ്ണെണ്ണ. അടുത്ത മലിനജലത്തിലൂടെ പകരുന്ന രോഗം കണ്ടെത്തി എഴുതുക. ഏതാണ്? എലിപ്പനി. ഇനി ഒരുപാട് പനികൾ തരും, ഒറ്റയാനെ കണ്ടെത്താൻ പറയും, ഒരുപാട് പനി. അപ്പൊ അതിൽ എലിപ്പനി തന്നെ എഴുതി വയ്ക്കുക, കാരണം ഇത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. അടുത്ത ആഹാരങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടം ഏത്? ആഹാരങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടം ഏതാണ്? സ്വാംശീകരണം. അടുത്ത ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന് എപ്പോഴാണ്? ഡിസംബർ 14. അടുത്ത BCG കുത്തിവെപ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ഏതിനെയാണ്? ക്ഷയം. തന്നിരിക്കുന്ന ജീവികളിൽ പ്രാഥമിക ഉപഭോക്താവ് ഏത്? പ്രാഥമികം എന്ന് പറയുമ്പോൾ പുല്ല് തിന്ന് വളരുന്നവ എന്നാണ് അർത്ഥം. ഏതാണ് അതിൽ ഉത്തരം വരിക? മാൻ. ഇനി ദ്വിതീയം എന്ന് പറയുമ്പോൾ ഈ സസ്യബുക്കുകളെ തിന്നുന്ന ജീവികളെ എഴുതി വയ്ക്കുക. അടുത്ത ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രം. ലിറ്റിൽ ബ്രെയിൻ ഏതാണ്? സെറിബെല്ലം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്ത ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന പ്രക്രിയ ഏതാണ്? ക്യൂണിക്കൾച്ചർ. പിസികൾച്ചർ മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പികൾച്ചർ തേനീച്ച വളർത്തലാണ്. സെറികൾച്ചർ ഏതാണ്? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതാണ്. മുഗ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും. അത് സെറികൾച്ചർ ആണ്. മുഗ പട്ടുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്ത്? ഏതാണ്? അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷത മാലിയബിലിറ്റി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്നത് സ്കർവി. നിർബന്ധം പഠിച്ചു വെക്കണേ, സ്കർവി. അടുത്ത ദ്രവണാങ്കം കൂടിയ ലോഹം ഏതാണ്? ദ്രവണാങ്കം കൂടിയത് ടങ്സ്റ്റൺ. ഫിലമെന്റിൽ ഉപയോഗിക്കുന്ന ഏതാന്ന് ചോദിക്കും. ടങ്സ്റ്റൺ. ഏറ്റവും ചാലകത, കണ്ടക്ടിവിറ്റി കൂടുതൽ ഏതാന്ന് ചോദിക്കും. ഏതാണ്? വെള്ളിയാണ്. വൈദ്യുതിയൊക്കെ കടത്തിവിടുന്ന വെള്ളിയാണ്. അടുത്ത ഇരുമ്പ് തുരുമ്പിക്കുമ്പോഴുണ്ടാകുന്ന രാസസംയുക്തം ഏതാണ്? അയൺ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് ഏത് രൂപത്തിലാണ്? ഗ്ലൂക്കോസ്. പൊള്ളലേറ്റ ആൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ എന്ത്? പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായി തണുത്ത വെള്ളം ഒഴിക്കുക. അടുത്ത നിക്കൽ അയേൺ ക്രോമിയം എന്നീ ലോഹങ്ങളുടെ സങ്കരം നിക്രോം. ആ പേരിൽ തന്നെയുണ്ട്, നിക്രോം. അടുത്ത കേരള സർക്കാർ 2018 പ്രഖ്യാപിച്ച മികച്ച നടനുള്ള പുരസ്കാരം ഇന്ദ്രൻസിന് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? അവിടെ ഒരു ഓപ്ഷൻ ഡി ഉണ്ട്. ആളൊരുക്കം എന്നുള്ളതാണ്. ആളൊരുക്കമാണ് ശരി. അടുത്ത സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്?
ആദിത്യ L1. സൂര്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആദിത്യ എന്ന് തന്നെ എഴുതി വയ്ക്കുക. അടുത്ത കമൽഹാസൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മക്കൾ നീതിമയ്യം. മക്കൾ നീതിമയ്യം. അടുത്ത പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ 1961 ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. അടുത്ത ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര നഗരമായി കോട്ടയം പ്രഖ്യാപിക്കപ്പെട്ടത് 1989. എറണാകുളം ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് 1990. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991. അപ്പൊ നഗരം 89 കോട്ടയം, ജില്ല 1990 എറണാകുളം, സംസ്ഥാനം കേരളം 1991. അടുത്ത ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ആരാണ്? PN പണിക്കർ. അടുത്തത് ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ 2017 തുടങ്ങിയ പദ്ധതി അനുയാത്ര. അനുയാത്ര. ആരുടെ രചനയാണ് ഇന്ത്യ എ വൂണ്ടഡ് സിവിലൈസേഷൻ? ആരുടെയാണ്? VS നൈപ്പാൾ. VS നൈപ്പാൾ. ചൈനയ്ക്ക് 99 വർഷത്തെ പാട്ടത്തിന് വിട്ടുകൊടുത്ത ശ്രീലങ്കൻ തുറമുഖത്തിന്റെ പേര് ഏതാണ്? ഹംബൻ ടോട്ട. ഹംബൻ ടോട്ട. ഹംബൻ ടോട്ട. ഇന്ത്യ ഇറാന് നിർമ്മിച്ചു കൊടുത്ത തുറമുഖമാണ് ഏത്? ചാബഹാർ തുറമുഖം. ഏതാണ്? ചാബഹാർ തുറമുഖം. ചാബഹാർ തുറമുഖം. അടുത്ത ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1 നിലവിൽ വന്ന പുതിയ സംവിധാനം ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗ്. പരമേശ്വര അയ്യറാണ് അതിൻ്റെ ഇപ്പോഴത്തെ CEO. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറി. സുമൻ ബറി. വൈസ് ചെയർമാൻ സുമൻ ബറി. അതേപോലെ തന്നെ പരമേശ്വര അയ്യറാണ് ആര്? CEO. ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീവണ്ടിയാണ് മൈത്രി എക്സ്പ്രസ്? കൊൽക്കത്ത, ധാക്ക. ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913 പെരിയാറിന്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമായി അംഗീകരിക്കപ്പെട്ടത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി. 2002 കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ 21A. 21A. താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരുന്നു 2018 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം? സാബി വാക്ക. 2022 ചോദിക്കും, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ലയീബ്. എന്താണ്? LAEEB. ലയീബ്. 2022 ഖത്തർ ഒളിമ്പിക്സ്. അടുത്ത ചൂർണി എന്നീ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏതാണ്? ചൂർണി. പെരിയാർ. പെരിയാർ. അടുത്ത ആർളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇതാരുടെ രചനയാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെ വാർഷിക പ്രീമിയം എത്ര രൂപയാണ്? എത്ര രൂപയാണ്? 12 രൂപ. അടുത്ത മിസൈൽ വുമൺ. മിസൈൽ വുമൺ ആരാണ്? മിസൈൽ മാൻ ആരായിരുന്നു? മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലെ? മിസൈൽ വുമൺ ടെസി തോമസ്. ടെസി തോമസ്. ആരാണ് റോക്കറ്റ് മാൻ? ആരാണ് റോക്കറ്റ് വുമൺ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത വൈക്കം സത്യാഗ്രഹത്തിൽ സജീവമായി പങ്കെടുത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്, വൈക്കം ഹീറോ ആരാണ്? EV രാമസ്വാമി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924 സവർണജാഥ സംഘടിപ്പിച്ച ആരാന്ന് ചോദിക്കും. ആരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കത്ത് നിന്ന് കവടിയാറിലേക്ക്. അതേപോലെ തന്നെ ME നായിഡു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ME നായിഡു. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവൻ. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ അവതരിപ്പിക്കുന്നത്? പ്രമേയം അവതരിപ്പിക്കുന്നത്.